ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ വിധി 3:30 ഉണ്ടാകും. അതിക്രൂരമായ കൊലപാതകമാണെന്നും പ്രതികളുടെ സങ്കടകഥ കേൾക്കരുത് എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ പുതുമയല്ലെന്നും പ്രോസിക്യൂഷൻ വാദങ്ങൾ വിചാരണ കോടതി നേരത്തെ തള്ളിയതാണെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, നിർണായക വിധിക്കായി കേരളം കാതോർക്കുകയാണ്. 3:30 തന്നെ വിധി വരുമല്ലോ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായതെങ്ങനെ? പ്രജീഷ്, ടി.പി. കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന 12 പ്രതികളുടെ ഭാവി എന്തെന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. 3:30 ഡിവിഷൻ ബെഞ്ച് വീണ്ടും ചേരും. നിർണായകമായ ശിക്ഷാവിധി പ്രഖ്യാപനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. നേരത്തെ 3.25 മണിക്കൂറാണ് ഈ ശിക്ഷ എന്തായിരിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കോടതിയിൽ വിശദമായ വാദം നടന്നത്. ആദ്യം പ്രോസിക്യൂഷന്റെ വാദമായിരുന്നു. പിന്നീട് കെ രമ തന്റെ നിലപാട് അറിയിച്ചു. അതിനുശേഷം പ്രതിഭാഗം പ്രോസിക്യൂഷനെ എതിർത്തുകൊണ്ട് തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിച്ചു. 3.25 മണിക്കൂർ, 10:15 തുടങ്ങിയ നടപടികൾ അവസാനിച്ചത് 1:30 മണിക്കാണ്. അങ്ങനെ വളരെ വാശിയുള്ള ഒരു വാദങ്ങൾ തന്നെ കോടതിക്ക് മുന്നിൽ നടന്നു. പ്രോസിക്യൂഷനാണ് ആദ്യം തങ്ങളുടെ നിലപാട് നിരത്തിയത്. പ്രതികൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ നൽകണം, അതിന് പര്യാപ്തമായ ഒരു കേസാണിത്. ടി.പി. ചന്ദ്രശേഖരനെ എന്തിനു വേണ്ടി കൊന്നു, ആർക്ക് വേണ്ടി കൊന്നു, അതിൻ്റെ കാരണം എന്താ എന്നത് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ വലിയ നിലപാടാണ് ഇതിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാനുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം മാത്രമല്ല, ഇതിന് പിന്നിൽ വിപുലമായൊരു ഗൂഢാലോചന തന്നെയുണ്ട്. 2009 മുതൽ ടി.പി. ചന്ദ്രശേഖരനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രതികൾ സംഘടിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് ഉയർത്തി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി